ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 13 മലയാളികളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ പുലാമന്തോൾ തിരുത്തു സ്വദേശി MP ബാഹുലേയൻ എന്ന ആളിൻ്റെ മരണം ആണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ തിരുവല്ല മേപ്രാൽ ചിറയിൽ കുടുംബാംഗം തോമസ് ഉമ്മൻ 37 വയസ്സുള്ള തോമസ് ഉമ്മൻ്റെ മരണം ഇന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ്റെ വസതിയിലേക്കും അറിയിപ്പ് എത്തിയിട്ടുണ്ട്. മലപ്പുറം തിരൂർ കൂട്ടായി കോതപ്പറമ്പ് കുപ്പൻ്റെ പുരയ്ക്കൽ നൂഹ് മരണപ്പെട്ടതായുള്ള വിവരവും ആണ് പുറത്തുവരുന്നത്. ഇന്നലെ തന്നെ കൊല്ലം ശൂരനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ എന്ന വ്യക്തിയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. കാസർഗോഡ് ചെങ്കള കുണ്ടടുക്ക ഹൗസിലെ K രഞ്ജിത്ത്, കാസർഗോഡ് തന്നെ പീലിക്കോട് എരവിൽ സ്വദേശി കേളു എന്നിവരുടെ മരണവും സ്ഥിരീകരിച്ചതാണ്. KV ബൈജു ഉണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഇപ്പോൾ 2 പേരുടെ മരണം കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല. കാസർഗോഡ് നിന്നടക്കമുള്ളവർ ഇനിയും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഈ മരണപ്പെട്ടവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ബൈജു? തീർച്ചയായും അഭിലാഷെ, അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ കാസർഗോഡ് ജില്ലയിലുള്ളവർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ്. പക്ഷേ ഇതിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ചെങ്കള കുണ്ടനടുക്കത്തെ രഞ്ജിത്ത്, ഒപ്പം തൃക്കരിപ്പൂർ എളമ്പച്ചിയിലെ കുഞ്ഞിക്കേളു, ഈ 2 മരണങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ രഞ്ജിത്തിന്റെ വീട്ടുകാരെ ഇപ്പോൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേളുവിന്റെ വീട്ടുകാരെ ഇത് സംബന്ധിച്ച് വിവരം അറിയിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും വലിയ ഞെട്ടലിലാണ്. കാരണം ഈ രഞ്ജിത്ത് കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനായിരുന്നു എത്തിയിരുന്നത്. 10 വർഷമായി ഇത്തരത്തിൽ കുവൈത്തിൽ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. കുഞ്ഞിക്കേളു ആകട്ടെ 25 വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പഞ്ചായത്ത് ജീവനക്കാരിയാണ്. 2 മക്കളുണ്ട്. ഒപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വിവരം തൃക്കരിപ്പൂരിൽ നിന്നും നളിനാക്ഷൻ എന്ന് പറയുന്ന ഒരാൾ ഒളവറ സ്വദേശിയാണ്. ഇദ്ദേഹം ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഈ സംഭവം നടക്കുന്ന സമയത്ത് 3ാം നിലയിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഒരു വാട്ടർ ടാങ്കിലേക്കായിരുന്നു എടുത്തു ചാടിയത്. അതുകൊണ്ട് തന്നെ അരക്ക് താഴെ വലിയ പരിക്ക്, ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഇയാൾ 20 വർഷത്തോളമായി കുവൈത്തിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. സാമൂഹ്യ പ്രവർത്തകനാണ് ഈ പ്രദേശത്തെ. എന്തായാലും നമുക്ക് ഇനിയും കൂടുതൽ ആശങ്ക ഉയർത്തുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നീലേശ്വരം സ്വദേശി മരിച്ചു എന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കൂടുതൽ പേർക്ക് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തിരുന്നവർ കൂടുതലായിട്ടുണ്ട്. MBTCയിൽ ജോലി ചെയ്തിരുന്നവർ കൂടുതലായിട്ടുണ്ട്. അതുപോലെ അപകടത്തിൽപ്പെട്ടവരിലും കാസർഗോഡ് സ്വദേശികൾ കൂടുതലായിട്ടുണ്ട് എന്നാണല്ലേ ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം? തീർച്ചയായും അത്തരത്തിൽ വളരെ വേദനാജനകമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ കാസർഗോഡ് ജില്ലയിലുള്ളവർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതായി തന്നെയാണ് വിവരം ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ സുഹൃത്തുക്കളുമായി ആശയവിനിമയം ഇവർ നടത്തുന്നുണ്ട്. ഇതിനൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഈ 2 മരണം ഏതായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം നളിനാക്ഷൻ, ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നളിനാക്ഷൻ, ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. അനൗദ്യോഗികമായി നീലേശ്വരത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരാൾ മരിച്ചു എന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ സ്ഥിരീകരണം ബന്ധുക്കളും മറ്റും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാസർഗോഡ് നിന്നും കൂടുതൽ പേർ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച്, ഇവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് നമുക്ക് വൈകാതെ തന്നെ ലഭിക്കും. ഏതായാലും അത്തരത്തിൽ വലിയ ദുഃഖത്തിൽ തന്നെയാണ് കാസർഗോഡ് ജില്ല. ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വലിയ ഞെട്ടലാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ. കാരണം വർഷങ്ങളായി ഇത്തരത്തിൽ പ്രവാസ ജീവിതം നയിച്ച് ജീവിതം കരുപിടിപ്പിക്കാൻ ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ് ഇത്തരത്തിൽ കത്തിക്കരിഞ്ഞ് എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതായത്. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും പുറത്തു വരുന്നതും. അഭിലാഷ്, യുള്ള ദൃശ്യങ്ങൾ, അവരുടെ ഫോട്ടോഗ്രാഫ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. കാസർഗോഡ് പിലിക്കോട് എരവിൽ സ്വദേശി ആണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ചെങ്കണ്ട കുണ്ടടുക്ക സ്വദേശി ആണ് K രഞ്ജിത്ത്. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് പണിക്ക് വേണ്ടി എത്തിയത് ഏതാണ്ട് 1.5 വർഷം മുമ്പായിരുന്നു എത്തിയത്. അതോടൊപ്പം തന്നെ കേളു പതിറ്റാണ്ടുകളായി
20 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന ആളുകൾ ആണ്. ഇങ്ങനെ വിവിധ പ്രായത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ആണ് അപകടത്തിന് ഇരകളാക്കപ്പെട്ടിട്ടുള്ളവർ. കാസർഗോഡ് നിന്ന് ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം കോട്ടയത്ത് നിന്ന് ശ്രീജിത്തും ചേരുന്നുണ്ട്. ശ്രീജിത്ത്,